ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ തിരൂരിലേക്ക് പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമാമനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിഷൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ വാവനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഓട്ടോയിലാണ് കേട്ടോ, രാത്രിയാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും ഇതാ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയാണ്. ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നത്. എപ്പോഴും പറയും നമ്മൾ അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറയും. പക്ഷേ കാക്കാൻ്റെ പണി ഇങ്ങനെ രാത്രി ടൈമിലാണ് ചിലപ്പോഴൊക്കെ വരാറ്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ. അപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലാണ് വാവനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിലൊക്കെ കയറി മുകളിലത്തെ നിലയിലാണ് കുഞ്ഞുമാമനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ രാത്രി ഈ പോണ കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ പിന്നെ ഒരു സമാധാനമില്ല വാവനെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, വാവനൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാക്ക ഇവിടെ കുട്ടികളിങ്ങനെ തമാശയിൽ വണ്ടി ഓടിക്കണ പോലെ, ചെറിയ പിള്ളേർ വണ്ടി ഓടിക്കണ പോലെയൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കളിച്ച് കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അത് മോളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ CCTV ക്യാമറ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല കളിയാക്കാണ്. അപ്പോൾ കുഞ്ഞുമാവനെടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് പോയി മോൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കിങ്ങനെ കുറേ ദിവസമായ പോലെ ഉണ്ട്. ഇന്നലെയാണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ വാവക്ക് ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ കുറേ ദിവസമായ പോലെ ഉണ്ട്. എപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് നടക്കണമല്ലേ. അപ്പോൾ ആൾക്ക് തന്നെ ഒരു സന്തോഷം നമ്മളെ കണ്ടപ്പോൾ. അവിടുത്തെ കുട്ടികളൊക്കെ കളിപ്പിക്കാൻ ആളെ. മോന് അത്ഭുതത്തോടെ നോക്കുകയാണ്, ഇവരൊക്കെ എവിടെ പോയത്, ഞാനെന്താ ഇവിടെ എത്തിയെന്നുള്ള ഒരു അത്ഭുതത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, കഫത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണമാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ മോള് പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ പൊറാട്ടും കറിയുടെയൊക്കെ സ്മെല്ലടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഓള്. നമുക്ക് പോകുമ്പോഴൊക്കെ ഹോട്ടലിൽ കയറിയിട്ട് പോവപ്പച്ചേ എന്നൊക്കെ പറയുന്ന ആൾ. അതൊപ്പച്ചി മോനെ കളിപ്പിക്കാൻ കേട്ടോ. ഇരിക്കണുണ്ടില്ല, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. കുറേ ദിവസമായ പോലെയാണ് കുട്ടീൻ്റെ ഒരു ഇത്. നമ്മുടെ കൂടെ ഇങ്ങനെ കളിക്കുമ്പോഴൊരു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊരിതാണ്. പിന്നെ ഒറ്റപ്പെട്ട പോലെയല്ല ഇപ്പോൾ ഒരു റൂമിൽ. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരിതാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയി മന്തിയൊക്കെ വാങ്ങി. ഇപ്പം ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിൽ കടയിൽ നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങണ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കാക്ക അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് പറയുന്നത് വീഡിയോയിൽ കാണിച്ചു കൊടുക്കും, ഞങ്ങൾ മന്തി വാങ്ങിയെന്ന്. അങ്ങനെ ഞാനിത് കവറൊക്കെ പൊന്തിച്ച് കാണിക്കാനുണ്ട് കേട്ടോ. മന്തി വാങ്ങിക്കട്ടെ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പയോട് പറയുന്നു വേഗം കയറി എനിക്ക് മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഉപ്പനിങ്ങനെ വിളിക്കുന്നുണ്ട് മോള്. ഈ പറയണ ആകാംക്ഷ ഉണ്ടാവില്ല പോയാലും ഇവർക്ക് കഴിക്കാൻ. പക്ഷെ മോൾക്ക് നല്ല ഇഷ്ടമാണ് മന്തി ബിരിയാണിയൊക്കെ. എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടുമ്പോൾ കുട്ടികളെ സന്തോഷത്തിന് വാങ്ങിക്കൊടുക്കും. ഓളിങ്ങനെ പറയുന്നുണ്ട് വേഗം വാ, ഉപ്പനോട് വേഗം വരാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മോളിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിയെന്ന്, കുറേ നാളായി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട്. അപ്പോൾ മോൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുട്ടികളിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പൈസ ഇല്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷമാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായി പണിക്കൊക്കെ പോയിട്ട് കാക്ക പണിക്കൊന്നും പോകാനില്ല. ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണം മന്തിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം കേട്ടോ. മഞ്ഞ ബിരിയാണിയൊക്കെ അപ്പോൾ വീട്ടിലെത്തി ഗായ്സ്.
അപ്പോൾ ഇതാ ഞങ്ങൾ മന്തിയൊക്കെ ഓരോരോ തിന്നാണ്. പീസൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരുമായിട്ട് ഇതാ മോനിക്ക് വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിത് ഒരാൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് വാശിയാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്.